by the power and authority given to us by the Holy Spirit as an unworthy successor of St. Peter on the Holy Apostolic See of Antioch, we are now pleased to appoint His Beatitude More Basilius Joseph as the Catholicos of the Jacobite Syrian Christian Church in India. കഴിഞ്ഞ ദിവസം കൊണ്ട് വിവാദങ്ങളും ആരോപണങ്ങളും അവസാനിക്കും എന്ന് കരുതിയിരുന്നെങ്കിലും ആ കരുതല് ശരിയായില്ല. പുതിയ പുതിയ വിവാദങ്ങളും പുതിയ പുതിയ ആരോപണങ്ങളും കണ്ടെത്തിക്കൊണ്ട് IOC വിഭാഗക്കാർ സാമൂഹ്യ മാധ്യമങ്ങളിൽ കരച്ചിൽ തുടരുകയാണ്. ഈ IOC വിഭാഗത്തിൽപ്പെട്ട ആളുകളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, സംഭവിച്ചത് സംഭവിച്ചു, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി നിങ്ങൾ കരച്ചിൽ അവസാനിപ്പിക്കുക. കാരണം നിങ്ങളിങ്ങനെ കരയുന്നത് കാണുമ്പോൾ നോക്കി നിൽക്കുന്നവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. വല്ലാത്ത ദുഃഖകരമായ നിലവിളിയാണ്. കഴിഞ്ഞ ദിവസം കയ്യിൽ സ്ലീബ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാണ് കരച്ചില്. ഇപ്പൊ സുന്ത്രോണി ശുശ്രൂഷയിൽ സ്ലീബ കയ്യിൽ വെക്കുകയും സ്ലീബ കൊണ്ട് ആശീർവദിക്കുകയൊക്കെ ചെയ്തപ്പോൾ ആ കരച്ചിൽ തീർന്നു. ഇപ്പൊ ഇവർ ചെയ്തുകൊണ്ടിരുന്നത് ഈ ലെബാനോനിലെ ബെയ്റൂട്ടിൽ നടന്ന ഈ കോൺസിക്രേഷൻ സർവീസും എറണാകുളത്ത് പുത്തൻകുരിശിൽ നടന്ന എൻത്രോൺമെന്റ് സർവീസും അതിന്റെ രണ്ടിന്റെ വീഡിയോ സെക്കൻഡ് ബൈ സെക്കൻഡ് ആയിട്ട് വാച്ച് ചെയ്യുകയാണ്. പല ആവർത്തി വാച്ച് ചെയ്തിട്ട് അതിനകത്ത് എന്തെങ്കിലും ഒരു കുറവ് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നോർത്ത്. അപ്പൊ അതിനകത്ത് ഇവർ കാണുമ്പോൾ ഇവരുടെ കണ്ണ് നിറയുന്നത് കൊണ്ട് പലപ്പോഴും വീഡിയോ അവ്യക്തമായി പോവുകയും വീണ്ടും കണ്ണ് തുടച്ചിട്ട് വീണ്ടും കാണുകയും ഒക്കെയാണ്. അങ്ങനെ ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലും മറ്റ് പ്ലാറ്റ്ഫോമിലും ഒക്കെ ആയിട്ട് കുറെ പോരാളികളുണ്ട്. ഇപ്പൊ ഇവരുടെ ഏറ്റവും പുതിയൊരു ആരോപണം, ഇത് ആരോപണങ്ങൾ എങ്ങനെ ആളുകൾ എനിക്ക് അയച്ചു തരും. അതുകൊണ്ട് നമ്മൾ ഇവരുടെ ഇന്ന് പേജുകളിൽ പോയി നോക്കിയില്ലെങ്കിലും വാട്സാപ്പിലോട്ട് ലിങ്ക് വരികയാണ്. അപ്പോൾ അതിനകത്തൊരു ലിങ്ക് ഇതാണ്: മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭാ സുവിശേഷകൻ. ഇപ്പൊ സുറിയാനി സഭാ സുവിശേഷകന് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം. And the tradition of our church and affirming his submission and obedience to us and our successor in office by the power and authority given to us by the Holy Spirit as an unworthy successor of St. Peter on the Holy Apostolic See of Antioch. അപ്പോൾ ഇവിടെ ഈ പരിശുദ്ധ പാത്രിക്കീസ് ബാവായുടെ കൽപ്പന വായിക്കുമ്പോൾ, സ്താത്തിക്കോൺ വായിക്കുമ്പോൾ അതിനകത്ത് ആസ് ആൻ അൺവർത്തി സക്സസർ ഓഫ് സെയിന്റ് പീറ്റർ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇവർ എഴുതിയിരിക്കുന്നതാണ് തമാശ രൂപേണ, അല്ലെങ്കിൽ ഇന്നത്തെ മോഡേൺ ഭാഷയിൽ പറഞ്ഞ ട്രോളായിട്ട് ഇവർ എഴുതിയിരിക്കുകയാണ്. ആസ് ആൻ അൺവർത്തി സക്സസർ ഉണ്ടോ, അതിൽ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. എന്നിട്ട് അതിനകത്ത് കുറെ ആളുകൾ കമന്റ് എഴുതുക. 18,000 ആളുകൾ കണ്ടിട്ടുണ്ട്. ചാക്കോച്ചി ഈപ്പൻ, അജീഷ് രാജ്, ഈ കുറച്ച് IOC കാരൊക്കെ അവിടെ വാഴയ്ക്ക് മാത്രമേ വരെയുള്ളൂ. അൻവർത്തി എന്ന് കേട്ടിട്ടും ന്യായീകരിക്കാൻ ഒരു മരവാഴ വന്നത് കണ്ടില്ലേ? കണ്ടോ? ഇങ്ങനെ ഉള്ള കുറെ കമന്റുകളാണ്. വേറെ പേജിലുണ്ട്, ഒരുപാട് പേജുകൾ ഈ സെയിം സാധനം ഇട്ടിട്ടുണ്ട്. ഇതുണ്ട്, ഇത് അടുത്ത പേജിലാണ്. മുമ്പേ ഇത് സ്റ്റാർ ഓഫ് ദ ഈസ്റ്റ് ന്യൂസ്. അതിനകത്ത് ആസ് ആൻ അൺവർത്തി സക്സസർ ഓഫ് സെയിന്റ് പീറ്റർ, ആ കാര്യത്തിൽ ഞങ്ങൾക്കും സംശയമില്ല, 100% എഗ്രി വിത്ത് യു. ഇത് ഇന്ത്യൻ ഓർത്തഡോക്സുകാരുടെ പേജാണ്. അപ്പോ ഒരു കാട്ടുമൂപ്പന്റെ കീഴിലുള്ള ആളുകൾക്ക് ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാന പ്രമാണങ്ങൾ അറിവില്ലാതെ പോകുന്നതിൽ ഒട്ടും അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല. ക്രിസ്ത്യാനിയുടെ ബേസിക് ഫൗണ്ടേഷനെയാണ് ഇവർ പരിഹസിക്കുന്നത്. ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും അടിസ്ഥാന പ്രമാണത്തെ പരിഹസിക്കാണ്.
പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ ആസ് ആൻ അൺവർത്തി സക്സസർ എന്ന് എഴുതിയപ്പോ ഇന്ത്യൻ ഓർത്തഡോക്സുകാർക്കോ വിവരമില്ല. അപ്പൊ അവരതിനെ പരിഹസിച്ച് പോസ്റ്റിട്ടപ്പം അതിനെ ഡിഫെൻഡ് ചെയ്യാൻ പോയ ആളുകളും വളരെ ദയനീയമായ പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഇത് ക്രിസ്ത്യാനിറ്റിയുടെ പ്രിൻസിപ്പിളാണ്. ഇത് സെയിന്റ് പോൾ ആണ് ഇതിനെ ഏറ്റവും ഈ ഡോക്ടറിനെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. പൗലോസ്ലീഹയാണ്. ലോകത്തുള്ള എല്ലാ അപ്പോസ്തോലിക സഭകളും ഏറ്റുപറയുന്ന അവരുടെ കൽപ്പനകളിലും കത്തുകളിലും മാത്രമല്ല ലിറ്റർജിയിലും കൺഫെഷനിലും എല്ലാമുള്ള ഒരു പ്രമാണമാണ് ഈ ഹ്യൂമിലിറ്റി എന്നുള്ള തത്വം. താഴ്മ ധരിക്കുക. ഇത് കെനോസിസ് എന്നാണ് ഗ്രീക്കില് യേശു കർത്താവിന്റെ താഴ്മയെ വിശേഷിപ്പിക്കുന്നത്. ഹി എംപ്റ്റീഡ് ഹിംസെൽഫ് ആൻഡ് ടുക്ക് ഫോം ഓഫ് എ മാൻ എന്നാണ് ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നത്. 2-ാം അധ്യായത്തിൽ അവൻ സ്വയം ശൂന്യനാക്കി താണലോകത്തേക്ക് വന്നു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, കുരിശുമരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അപ്പൊ ക്രിസ്തുവിന്റെ മാർഗം പിന്തുടരുക എന്നുള്ളതാണ്. അപ്പം ഐ ആം അൺവർത്തി എന്നുള്ളത് ജുദയോ ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവിലെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കൺഫെഷനാണ്. ഇപ്പൊ മോശയുടെ കൺഫെഷനും കാണാം. പുറപ്പാട് പുസ്തകം 3:11 ദൈവം മോശയെ തെരഞ്ഞെടുത്തു എന്ന് പറയുമ്പോഴും മോശ പറയുന്നുണ്ട്, ഞാൻ അത്ര പോരാത്തവനാണ്. ഐ ആം അൺവർത്തി, ഐ ആം ഇൻഅഡിക്വേറ്റ് എന്നാണ് മോശ പറയുന്നത്. യെശയ്യാ പ്രവാചകൻ ദൈവത്തിന്റെ മഹത്വം കാണുമ്പോൾ പറയുന്നത്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഐ ആം ലോസ്റ്റ്. യെശയ്യാ 6:5 നമ്മൾ വായിക്കുന്നുണ്ട്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനില്ല എന്ന് യേശു കർത്താവ് സാക്ഷ്യം പറഞ്ഞ യോഹന്നാൻ സ്നാപകൻ പറയുന്നത് ഞാൻ യോഗ്യനല്ല എന്നാണ്. അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ പോലും ഞാൻ യോഗ്യനല്ല. യോഹന്നാൻ സുവിശേഷം 1:27. പൗലോസ്ലീഹ കർത്താവിന്റെ അപ്പോസ്തലനെ പറയുന്നത് 1 തിമോത്തി 1:15 പറയുന്നത്, ഐ ആം ദ ചീഫ് എമംഗ് ഓൾ സിന്നേഴ്സ്. സകല പാപികളിലും വെച്ച് ഞാൻ ഒന്നാമൻ എന്നാണ്. ആദിമ സഭാപിതാക്കന്മാരൊക്കെ ജോൺ ക്രിസോസ്റ്റം അല്ലെങ്കിൽ ഐവാനിയോസ്, സ്വർണ്ണനാവുകാരനായ ഇവാനിയോസ്, കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിയർക്കീസ് ആകാൻ വേണ്ടി തന്നെ ക്ഷണിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഏകാന്ത ജീവിതത്തിന് അദ്ദേഹം പറയുന്ന ന്യായീകരണം താൻ അയോഗ്യനാണ്, ഐ ആം അൺവർത്തി എന്നാണ്. മഹാനായ ഗ്രിഗറി സെർവന്റ് ഓഫ് ദ സെർവൻസ് ഓഫ് ഗോഡ് എന്നാണ് പറഞ്ഞത്. അത് തന്റെ ലീഡർഷിപ്പിലെ ഹ്യൂമിലിറ്റിയെ പ്രദർശിപ്പിക്കുന്നതാണ്. അത് പൗരസ്ത്യ പിതാക്കന്മാരെ പോലെ തന്നെ പാശ്ചാത്യ പിതാക്കന്മാർ, ഹിപ്പോയിലെ അഗസ്റ്റിൻ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഈ ബിഷപ്പ് എന്ന സ്ഥാനത്തിന് അൺവർത്തിയാണ്. അപ്പം അൺവർത്തിനെസ് എന്നുള്ളത് ഇമിറ്റേറ്റിംഗ് ക്രൈസ്റ്റ് ആണ്, ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് ആണ്. ഇപ്പൊ നമ്മുടെ ലിറ്റർജിയിലാണെങ്കിലും ഓർത്തഡോക്സ് ലിറ്റർജിയിലും കാത്തലിക് ലിറ്റർജിയിലും എല്ലാം ഒരുപോലെ ഈ സെലിബ്രന്റിന്റെ അൺവർത്തിനെസ്സിനെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ലത്തീൻ കുർബാനയിലും ഒക്കെ നിങ്ങൾക്കത് മനോഹരമായിട്ട് കേൾക്കാൻ പറ്റും. കർത്താവേ, നീ എന്റെ പുരക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യതയുള്ളവനല്ല, എങ്കിലും നിന്റെ കാരുണ്യതരകത്താൽ, ഓൺലി ബിക്കോസ് ഓഫ് യുവർ മേഴ്സി. പ്രത്യേകിച്ച് യാക്കോബായ സഭയുടെ ലിറ്റർജിയിൽ തുടർമാനമായി നമ്മൾ ഉയർന്നു കേൾക്കുന്ന കുറിയലൈസോൻ, കുറിയലൈസോൻ, കുറിയലൈസോൻ. അപ്പൊ അത് ഈ പട്ടംകൊട ശുശ്രൂഷയിലും ഈ കാതോലിക്ക വാഴ്ചയിലും എല്ലാം നമ്മൾ ഉയർന്നു കേട്ട ഹൈലൈറ്റ് ചെയ്ത ആ വോയിസ് എന്ന് പറഞ്ഞാൽ കുറിയലൈസോൻ ആണ്. ഇതെന്തോ കൂടോത്രമാണെന്നാണ് ഈ IOC-ലെ പിള്ളേർ മനസ്സിലാക്കുന്നത്. കുറിയലൈസോൻ എന്ന് പറഞ്ഞാൽ ഐ എം അൺവർത്തി, വി ഓൾ ആർ അൺവർത്തി, വി ഓൾ ആർ അൺവർത്തി. അപ്പൊ കർത്താവിന്റെ മേഴ്സി, കർത്താവിന്റെ കരുണ, ആ കരുണയ്ക്ക് വേണ്ടിയാണ് ഈ കുറിയലൈസോൻ എന്ന് പറയുന്നത്. അപ്പൊ കുറിയലൈസോൻ എന്ന ആ ശബ്ദത്തെ അർത്ഥസമ്പൂർണമാക്കുന്നതാണ് പരിശുദ്ധ പാത്രിയർക്കീസ് ബാവയുടെ കൽപ്പനയിലെ ഈ ഒരു പ്രയോഗം. അഡ്ജക്റ്റീവ് ആയിട്ട് കൊടുക്കുകയാണ്, അൺവർത്തി സക്സസർ. ഐ എം ആൻ അൺവർത്തി സക്സസർ. That is humility, unworthy successor. I am eligible, I was an eligible candidate and I am worthy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രൈഡാണ്, അത് അഹങ്കാരമാണ്, അത് ക്രിസ്ത്യാനിറ്റി അല്ല. അപ്പൊ അത് പ്രിന്റിംഗ് മിസ്റ്റേക്കോ അബദ്ധത്തിൽ വന്നതോ അറിവില്ലായ്മയിൽ നിന്ന് വന്നതോ അശുദ്ധിയിൽ നിന്ന് വന്നതോ അല്ല. കൃത്യമായിട്ട് അതാണ് ക്രിസ്ത്യാനിറ്റി. ഒന്നാമത് ഇനിയെങ്കിലും ഈ കഞ്ഞിക്കുഴിയിലെ മൂപ്പൻ ഈ പിള്ളേരെ ജയ് കാതോലിക്കോസ് എന്ന് വിളിക്കാൻ മാത്രം പഠിപ്പിച്ചാൽ പോരാ, അത്യാവശ്യം അടിസ്ഥാന വേദശാസ്ത്രം, ബേസിക് തിയോളജിയും കൂടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അബദ്ധത്തിലൊക്കെ പിള്ളേർ പോയി ചാടും. പോരാളികളല്ലേ, എന്തുമല്ലേലും ഓൺലൈൻ പോരാളികൾ മറ്റാളുകളുടെ മുമ്പിലും അവഹേളിതരായി പോകും, അപമാനിതരായി പോകും. അതുകൊണ്ട് ഇനിയിപ്പോ അടുത്ത ആഴ്ച തൊട്ട് മൂപ്പനും എഴുതുമായിരിക്കും അൺവർത്തി സക്സസർ ഓഫ് സെയിന്റ് തോമസ്. കാരണം അവിടെ എന്നാലും ബ്രോക്കൺ ആണെന്നുള്ളത് പരിഹരിക്കുകയും ചെയ്യാം. അപ്പൊ ഇത് നിങ്ങൾ ആദ്യം ക്രിസ്ത്യാനിറ്റി എന്താണെന്ന് മനസ്സിലാക്കണം. നിങ്ങൾ ഈ കുപ്പായം മോഷ്ടിച്ച്
കുന്തിരിക്കോ മോഷ്ടിച്ച് സ്വന്തമായി ചിരട്ടക്കരി കൊണ്ട് മാത്രം സഭ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ധാരണയൊക്കെ ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് ആ വായനയ്ക്ക് യാതൊരു കുഴപ്പമില്ല. അത് യാക്കോബായക്കാർക്ക് ഒരു പ്രശ്നവുമില്ല. അവർ അഭിമാനത്തോടെ അതെടുക്കുന്നു. അതാണ് സഭയുടെ പൂർവികമായ, ഞാൻ പറഞ്ഞല്ലോ, എല്ലാ കാലഘട്ടത്തിലും ആദിമ സഭാപിതാക്കന്മാർ തൊട്ട് അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ആരും വൃത്തിയാണ് എന്ന് പറഞ്ഞിട്ടില്ല. ആരും സ്വയമേവ ആ സ്ഥാനം എടുക്കുന്നില്ല. അതാണ് നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിച്ചത്. ഞാൻ ഇന്നലെയും വായിച്ച് കേൾപ്പിച്ചതാണ് ആ വാക്യം. ദൈവം വിളിക്കുന്നവനല്ലാതെ ആരും സ്വയമേവ ആ സ്ഥാനം എടുക്കുന്നില്ല. അപ്പൊ ദൈവം വിളിക്കുന്നതാണ്, അല്ലാതെ സ്വയം കാതോലിക്കയാണെന്നും സ്വയം സ്ഥിതമാണെന്നും സ്വയം ശീർഷകത്വമാണെന്നും ഒക്കെ പറയുമ്പോ അത് അഹങ്കാരത്തിന്റെ, അത് പ്രൈഡിന്റെ ഒരു അടയാളമാണ്. അപ്പൊ അതുകൊണ്ട് ദൈവം വിളിക്കുന്നത് എങ്ങനെയാണ്? ദൈവം തന്നെ കരുണയാലാണ് വിളിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പൗലോസ്ലീഹ പറയാണ്, എനിക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകയാൽ. പൗലോസിന് ശുശ്രൂഷ ലഭിച്ചത് എങ്ങനെയാണ്? പൗലോസിന് ശുശ്രൂഷ ലഭിച്ചത് കരുണ ലഭിച്ചതാണ്. അല്ലാതെ സ്വന്തം കഴിവ് കൊണ്ടോ സ്വന്തം അധ്വാനം കൊണ്ടോ തനിക്ക് ശുശ്രൂഷ ലഭിച്ചു എന്ന് പൗലോസ് പറയുന്നില്ല. എനിക്ക് കരുണ ലഭിച്ചിട്ട് ആണ് ഈ ശുശ്രൂഷ എനിക്ക് ലഭിച്ചിരിക്കുന്നത്. എൻ്റെ ഒരു എലിജിബിലിറ്റി കൊണ്ടോ, എൻ്റെ ഒരു ഓറേറ്ററി സ്കില്ല് കൊണ്ടോ, അല്ലെങ്കിൽ എൻ്റെ ഒരു തിയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടോ, നോളജ് കൊണ്ടോ ഒന്നുമല്ല. എനിക്ക് കരുണ ലഭിച്ചു. കരുണ ലഭിച്ചതാണ് എൻ്റെ ഈ ശുശ്രൂഷയുടെ കാരണം. വേറൊരു കാരണവും ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുന്നതിനില്ല എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. കരുണ ലഭിച്ചു. ദാറ്റ് ഈസ് എ ഹൈലൈറ്റ് പോയിന്റ്. അതുകൊണ്ടാണ് നമ്മുടെ ഈ എന്താണ് ഇനി പറയുന്നത്, നമ്മുടെ ഈ ലിറ്റർജിയിൽ ത്രൂ ഔട്ട്, ലിറ്റർജിയിൽ ഉടനീളം കുറിയലൈസോൻ എന്ന് ചൊല്ലുന്നത്. അതുകൊണ്ട് എങ്ങനെയാണ് ശുശ്രൂഷ ലഭിക്കുന്നത്? കരുണയാണ്. പൗലോസ് കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർ 4-ാം അധ്യായം 1-ാമത്തെ വാക്യമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ. അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും ഏത് വിധത്തിലായിക്കോട്ടെ, ചെറിയ മിനിസ്ട്രി ആയിരിക്കാം, വലിയ മിനിസ്ട്രി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ പാത്രിയർക്കീസ് ആയിരിക്കാം, അല്ലെങ്കിൽ കാതോലിക്കോസ് ആയിരിക്കാം, അല്ലെങ്കിൽ പള്ളിയിലെ ഒരു ശുശ്രൂഷക്കാരനായിരിക്കാം. ഒരു ശുശ്രൂഷയും നിസാരമല്ല. അപ്പൊ നമ്മൾ ചിലപ്പോൾ ഓർക്കും ഈ പള്ളിയിൽ ശുശ്രൂഷ ചെയ്യുക എന്ന് പറഞ്ഞാൽ മദ്ബഹായി ശുശ്രൂഷ, അത് വലിയ കാര്യമൊന്നുമല്ല, ആർക്കും ചെയ്യാവുന്നതാണ്. അല്ല, അത് കരുണയാണ്. ചെറിയ ശുശ്രൂഷ തൊട്ട് വലിയ ശുശ്രൂഷ വരെ എല്ലാ ശുശ്രൂഷയും ഇറ്റ്സ് എ മേഴ്സി ഓഫ് ഗോഡ്, ദൈവത്തിന്റെ കരുണയാണ്. അപ്പൊ ദൈവത്തിന്റെ കരുണ കൊണ്ട് ദൈവം എന്ത് ചെയ്യാണ്? അയോഗ്യരായവരെ എന്താക്കുന്നു? യോഗ്യരാക്കുന്നു. അയോഗ്യ പാത്രങ്ങളെ യോഗ്യത ഉള്ളവരാക്കി കൊണ്ടുവരികയാണ്. അപ്പൊ അയോഗ്യരെയാണ് തെരഞ്ഞെടുക്കുന്നത്. കാരണം പൗലോസ് പറയുന്നുണ്ട്, നിങ്ങളുടെ വിളിയെ നോക്കുവീൻ. ലോകാഭിപ്രായ പ്രകാരം നിങ്ങളിൽ ജ്ഞാനികളേറെയില്ല, കുലീനന്മാർ ഏറെയില്ല. അപ്പൊ ഈ കൊരിന്ത്യ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യത്തിലാണ് നമ്മൾ വായിച്ചത്, ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകയാൽ. 2 കൊരിന്ത്യർ 4:1. അതിന്റെ 7-ാം വാക്യത്തിൽ വരുമ്പോൾ എഴുതാണ്, ബട്ട് വി ഹാവ് ദിസ് ട്രഷർ ഇൻ earthen vessels that the excellency of the power may be of God and not of us. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. അപ്പൊ ഈ പാത്രങ്ങൾ എന്താണ്? മൺപാത്രങ്ങളാണ്. ഈ നിക്ഷേപം ആരുടെയാണ്? ദിസ് ട്രഷർ belongs to God. Now a minister of God is an earthen vessel, carries the treasure of God. അപ്പൊ ദൈവത്തിന്റെ നിക്ഷേപത്തെ വഹിക്കുന്ന ഒരു മൺപാത്രമാണ് ഒരു ശുശ്രൂഷകൻ. ഞാൻ പറഞ്ഞ അതൊരു മദ്ബഹായിലെ ഒരു കേവല ശുശ്രൂഷകൻ മുതൽ പാത്രിയാർക്കീസ് വരെ കേവലം മൺപാത്രങ്ങളാണ്, അൺവർത്തി വെസൽസ്. ഈ അൺവർത്തി വെസൽസിലേക്ക് ഈ ട്രഷർ ദൈവം കരുണയാൽ പകരുന്നു. അതാണ് അതിന്റെ 1-ാം വാക്യം. ഈ അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലാണ് കരുണ ലഭിച്ചിട്ട് ഞങ്ങൾക്ക് ഈ ശുശ്രൂഷ ഉണ്ടാകയാൽ. സോ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ മേഴ്സി ഓഫ് ഗോഡ്. ദൈവത്തിന്റെ കരുണയാൽ ദൈവം ഈ മൺപാത്രത്തിലേക്ക് ഈ നിക്ഷേപത്തെ
പകർന്നു കൊടുക്കുകയാണ്. എന്തിനാണ് ഈ മൺപാത്രത്തിലേക്ക് നിക്ഷേപത്തെ പകരുന്നത്? നിക്ഷേപം ഹൈലൈറ്റഡ് ആവാനാണ്. നിക്ഷേപം ഹൈലൈറ്റഡ് ആവാനാണ്. കാരണം എപ്പോഴും ഈ പാത്രത്തിന് ഭംഗി കൂടി കഴിഞ്ഞാൽ നിക്ഷേപത്തിന്റെ വലിപ്പം കുറഞ്ഞു പോകും, പാത്രത്തിന് ഭംഗി കൂടിയാൽ. അതുകൊണ്ട് ഈ മൺപാത്രങ്ങളിലാണ്. അതുകൊണ്ടാണ് ഈ കൺഫെഷൻ, ഐ ആം ആൻ അൺവർത്തി സെർവൻ, അയോഗ്യനായ സെർവന്റാണ്. അതുകൊണ്ടാണ് ഈ ഒരു പ്രയോഗമുള്ളത്. മറ്റൊരു ഭാഗം കൂടെ ഞാൻ വായിക്കാം. ഈ ലൂക്കോസിന്റെ സുവിശേഷം കർത്താവ് ഒരു ഉപമ പറയുന്നുണ്ട്. ആ ഒരു ഉപമ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളിൽ ആർക്കെങ്കിലും ഉഴുകയോ മേയ്ക്കുകയോ ചെയ്യുന്ന ഒരു ദാസൻ ഉണ്ടെന്നിരിക്കട്ടെ. അവൻ വയലിൽ നിന്ന് വരുമ്പോൾ നീ ക്ഷണത്തിൽ വന്ന് ഊണിനിരിക്കുക എന്ന് അവനോട് പറയുമോ? അല്ല. അത് അവിടെ ഒരു ഉപമയാണ് പറയുന്നത്. നീ വയലിൽ നിന്ന് വരുമ്പോൾ ആ ദാസനോട് ക്ഷണത്തിൽ ഊണിനിരിക്കാൻ പറയില്ല. പിന്നെന്താ പറയുന്നേ? എനിക്ക് അത്താഴം ഒരുക്കുക, ഞാൻ തിന്നു കുടിച്ചു തീരുവോളം അരകെട്ടി എനിക്ക് ശുശ്രൂഷ ചെയ്യുക, പിന്നെ നീയും തിന്നു കുടിച്ചു കൊള്ളുക എന്ന് പറയുകയില്ലയോ? ഔവണ്ണം തന്നെ നിങ്ങളും ഔവണ്ണം ചെയ്യുവീൻ. ഇതാണ് അവിടെ പറയുന്നത്. നിങ്ങളും ഔവണ്ണം ചെയ്യുവീൻ. തന്നോട് കൽപ്പിച്ചത് ചെയ്തത് കൊണ്ട് ദാസൻ അവന് നന്ദി പറയുമോ? തന്നോട് കൽപ്പിച്ചത് ചെയ്തത് കൊണ്ട് ദാസൻ അവന് നന്ദി പറയുമോ? അടുത്ത വാക്യത്തിൽ, അതുകൊണ്ട് നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ, ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങളും പറവീൻ. സോ likewise you, when you shall have done all those things which are commanded you, say, we are unprofitable servants. We have done that which was our duty to do. We are unworthy. എന്താണ്? You have to do everything in proper manner as you are commanded to do. Then after that you must confess that you are unworthy. അപ്പൊ കർത്താവിന്റെ മിനിസ്ട്രി ചെയ്യുന്ന ഒരാൾ കർത്താവിന്റെ മിനിസ്ട്രി മുഴുവൻ ചെയ്തു കഴിഞ്ഞ് എന്ത് ചെയ്യണം? അൺവൃത്തിയാണെന്ന് കൺഫസ് ചെയ്യണം. ആര് പറഞ്ഞു? യേശു പറഞ്ഞു. യേശു പറയുന്നത് ഈ കഞ്ഞിക്കുഴിയിലുള്ളവർക്ക് വലിയ കാര്യമൊന്നുമല്ല. ഇതാണ് ലൂക്കോസ് സുവിശേഷം 17:10. ഇത് ഇന്റർലീനിയർ ആണ് നിങ്ങൾ കാണുന്നത്. ഇതുണ്ടോ? നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. You may have done all the things having been commanded you, say. കണ്ടോ? You say, servants unworthy are we. കണ്ടോ? Servants unworthy are we, that which we are bound to do we have done. ഞങ്ങൾ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ. യേശു കർത്താവ് തന്റെ അപ്പോസ്തലന്മാരോട് കൊടുത്ത ആജ്ഞയാണിത്. അപ്പോസ്തലന്മാരോട് പറയാണ്, ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് നിങ്ങൾ പറയണം നിങ്ങൾ അൻവർത്തിയാണെന്ന് പറയണം. അപ്പൊ അപ്പോസ്തോലിക സഭയാണ് യാക്കോബായ സഭ. അപ്പോസ്തോലിക സഭയുടെ പിന്തുടർച്ച അപ്പോസ്തോലിക് സക്സഷനിലാണ് പരിശുദ്ധ അപ്രേം ദ്വിതീയൻ പാത്രികീസ് ബാവ ഇരിക്കുന്നത്. അപ്പൊ അപ്പോസ്തലന്മാരോട് യേശു തമ്പുരാൻ കൊടുത്ത ഈ കൽപ്പന അപ്രേം ദ്വിതീയൻ പാത്രികീസ് ബാവയ്ക്ക് ബാധകമാണ്. അപ്പൊ അദ്ദേഹം തന്റെ അപ്പോസ്തലന്മാരോട് യേശു തമ്പുരാൻ പറഞ്ഞു, നിങ്ങൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് നിങ്ങൾ പറയണം നിങ്ങൾ അൻവർത്തിയാണ്. അപ്പൊ പരിശുദ്ധ പത്രോസ് ശ്ലീഹായുടെ ശ്ലൈഹിക പാരമ്പര്യത്തിൽ ആ സിംഹാസനത്തിൽ ഭാഗ്യമോടെ വസിക്കുന്ന അപ്രേം ദ്വിതീയൻ പാത്രികീസ് ബാവ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൽപ്പന ശിരസാ വഹിക്കുകയാണ്. ഇവിടുന്ന് മലങ്കരയിലെ ആട്ടിൻകൂട്ടത്തിന് അധ്യക്ഷനെ വാഴിക്കുക എന്നുള്ള കാര്യം വളരെ മനോഹരമായിട്ട്, വളരെ ക്രമീകൃതമായിട്ട്, വളരെ ചിട്ടയായിട്ട്, അച്ചടക്കത്തോടെ പൂർവിക പാരമ്പര്യം അനുസരിച്ച് ലെബനോനിൽ അതെല്ലാം നിർവഹിച്ചു. ചെയ്യേണ്ടതെല്ലാം ചെയ്തു. അദ്ദേഹത്തെ യഥോചിതം യാത്ര അയച്ചു. കൂടെ വേറെ 3 മെത്രാച്ചന്മാരെ അയച്ചു. ഇതെല്ലാം ചെയ്തു. എവരിത്തിങ് ഹി ഹാസ് ഡൺ എവരിത്തിങ്. എല്ലാം ചെയ്തിട്ട് സ്ഥാത്തിക്കോൻ കൊടുക്കുമ്പോൾ ആ സ്ഥാത്തിക്കോനിൽ അദ്ദേഹം അൺവർത്തിയാണെന്ന് എഴുതണോ വേണ്ടയോ? നിങ്ങൾ പറ. അദ്ദേഹം അൺവർത്തിയാണെന്ന് എഴുതണോ വേണ്ടയോ? By the power and authority given to us by the Holy Spirit
as an unworthy successor of St. Peter on the Holy Apostolic See of Antioch. We are now pleased to appoint His Beatitude More Basilius Joseph as the Catholicos of the Jacobite Syrian Christian Church in India. സകലതും ചെയ്തതിന് ശേഷം നിങ്ങൾ അൻവർത്തി എന്ന് പറയണമെന്ന് യേശുമ്പുരാൻ പറഞ്ഞിരിക്കുകയാണ്. അത്രേ അദ്ദേഹം പറഞ്ഞുള്ളൂ, അത്രേ അദ്ദേഹം എഴുതിയുള്ളൂ. ഇതാണ് ഇവര് പരിഹസിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവര് ക്രിസ്ത്യാനികളല്ല എന്നുള്ളതാണ്. ദേ ആർ നോട്ട് ക്രിസ്ത്യൻസ്. സോറി ടു സേ. നിങ്ങൾ ഇനിയെങ്കിലും ഈ വേഷം കെട്ടലും അഹങ്കാരവും അവസാനിപ്പിച്ചിട്ട് നിങ്ങൾ താഴ്മ ധരിക്കുക, എളിമ ശീലിക്കുക, അനുരഞ്ജനപ്പെടാൻ പഠിക്കുക, ഐക്യത്തിലും സ്നേഹത്തിലും സമാധാനത്തിലും ജീവിക്കുവാൻ പരിശീലിക്കുക, പീസ്ഫുൾ കോ എക്സിസ്റ്റൻസിനെ എന്താണെന്ന് മനസ്സിലാക്കി അർത്ഥപൂർണമായി ജീവിക്കാൻ ശ്രമിക്കുക. അല്ലാതെ ഈ പാത്രിർക്കി സ്വഭാവ ചെയ്യുന്നതിലും എഴുതുന്നതിലും ഒക്കെ കുറ്റം കണ്ടുപിടിക്കാൻ നടന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായി തീരും. കാരണം അത് ഒറിജിനൽ ശ്ലൈഹിക പാരമ്പര്യമുള്ള അപ്പോസ്തലിക പിതാവാണ്. ശ്ലൈഹിക പാരമ്പര്യമുള്ള അപ്പോസ്തലിക സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരു പിതാവാണ്. അപ്പൊ അദ്ദേഹത്തെ ഞാൻ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞു, നിങ്ങൾ ഈ പോപ്പിനെ കുർബാന പഠിപ്പിക്കുന്ന പരിപാടിക്ക് ഇറങ്ങരുത്. കാരണം നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന കാര്യമല്ല. എന്താണ് നിങ്ങൾ നന്നാകത്തെന്നുള്ളത് എനിക്കറിയത്തില്ല. അപ്പൊ എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. IOC വിഭാഗത്തിലെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ വളരെ ചുരുക്കമായിട്ട് ചില ആളുകൾ, വിവരമുള്ള ആളുകളൊക്കെ അതിനകത്തുണ്ട്. അപ്പൊ അവരാരെങ്കിലും ഇങ്ങനെയുള്ള ആളുകൾക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുക. പിന്നെ അവർ വിചാരിക്കുന്നത് എങ്ങനെയെങ്കിലും ആയിട്ട് വിജയിക്കട്ടെ എന്ന് ഓർത്ത് അങ്ങ് നിലവിളിക്കുകയാണ്.